കൂറ്റനാട് നടന്ന LDF തൃത്താല മണ്ഡലം കൺവെൻഷൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കൺവീനർ E.T. ഹൈദ്രോസ് അധ്യക്ഷനായി. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് CPM-ൽ ചേർന്ന മുൻ KPCC അംഗം K. മുഹമ്മദ്, മുൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് P. K. ബഷീർ എന്നിവരെ K. രാധാകൃഷ്ണൻ MP ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. മണ്ഡലം വികസന രേഖ പ്രകാശനം ചെയ്തു. സ്ഥാനാർത്ഥി MP രാജേഷ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി, ജില്ലാ കമ്മിറ്റി അംഗം VK ചന്ദ്രൻ, K. മുഹമ്മദ്, മുൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് P. K. ബഷീർ, CPI സംസ്ഥാന കമ്മിറ്റി അംഗം OK. സൈദലവി, NCP ജില്ലാ സെക്രട്ടറി K. നൂറുദ്ദീൻ, CPM ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം കൺവീനർ PN മോഹനൻ സ്വാഗതവും AK. ദേവദാസ് നന്ദിയും പറഞ്ഞു. E.T. ഹൈദ്രോസ് ചെയർമാനും MR മുരളി കൺവീനറുമായ 501 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് MP രാജേഷിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്നിവിടെ കൺവെൻഷൻ ചേരുന്നത്. ആദ്യമായി തന്നെ ഈ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെയും സഖാക്കളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നമുക്കറിയാം, ഈ മാസം 15-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡിക്ലറേഷൻ നടത്തി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന അസാധാരണമായ ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത്. കഴിഞ്ഞ 10 കൊല്ലം നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തോ ഇന്ത്യ ഗവൺമെന്റിനോ സങ്കല്പിക്കാൻ പോലുമാകാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കാലമായിരുന്നു കഴിഞ്ഞ 10 വർഷം. ആ 10 വർഷത്തെ നേട്ടങ്ങൾ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അക്കമിട്ട് നിരത്തുകയുണ്ടായി. ഒട്ടേറെ കാര്യത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി, ഒന്നാമത്തെ സംസ്ഥാനമായി കേരളം മാറി. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ തുടർച്ചയായി ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്നത് കേരളമാണ്. നീതി ആയോഗിന്റെ ദേശീയ വിദ്യാഭ്യാസ ഗുണനിലവാര സൂചികയിൽ 7 വർഷമായി തുടർച്ചയായിട്ട് ഒന്നാമത് നിൽക്കുന്നത് കേരളമാണ്. ആരോഗ്യ സൂചികയിൽ തുടർച്ചയായിട്ട് ഒന്നാമത് നിൽക്കുന്നത് കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യമില്ലാതാക്കിയ ലോകത്ത് 2ാമത്തെ പ്രദേശം കൂടിയായി മാറിയത് കേരളമാണ്.